സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾ പണം ലഭിക്കാതായതോടെ റാപ്പിഡ് ആക്ഷൻ ഇൻസുലിൻ ആരോഗ്യവകുപ്പ് നിർത്തലാക്കി. ഇതോടെ രോഗികൾ വലഞ്ഞു. മിക്കവാറും ഈ ടൈപ്പ് 1 രോഗികൾ കുട്ടികളാണ്. 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പ്രതികരിക്കുകയും ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ മാത്രമുള്ളത് 100-ലധികം ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾ. ഇവർക്ക് സംസ്ഥാന സർക്കാർ സൗജന്യമായി ചികിത്സ നൽകിയിരുന്നു. സാമൂഹ്യനീതി വകുപ്പ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന മിഠായി പദ്ധതി വഴിയാണ് സൗജന്യ ചികിത്സ ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം പദ്ധതി നടപ്പിലാകുന്നില്ല എന്നാണ് കുട്ടികളുടെ രക്ഷിതാക്കളുടെ പരാതി. സ്ലോ ആക്ടിങ് ഇൻസുലിനാണ് കിട്ടിക്കൊണ്ടിരുന്നത് കുറച്ചു കാലം വരെ. പക്ഷെ അതിപ്പം തീരെ ഒന്നും ഇല്ലാത്ത 2 മാസത്തോളമായി തീരെ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഉണ്ടായത്. ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം കിട്ടുന്നത് ഇൻസുലിൻ 6 എന്ന് പറഞ്ഞ മരുന്നാണ് നമുക്ക് തരുന്നുണ്ടായിന്. പക്ഷെ അതും ഇപ്പം കിട്ടുന്നില്ല. നമുക്ക് ആ മരുന്ന് വേണ്ട. നമുക്ക് വേണ്ടത് നോവറാപ്പിഡ് മരുന്നാണ്. പിയാസ്പാൻ, നോവറാപ്പിഡ്, റാപ്പിഡ് ആക്റ്റീവ് മരുന്നാണ് വേണ്ടത്. സാമ്പത്തിക ഞെരുക്കം രൂക്ഷമായതോടെ ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സ്ട്രിപ്പുകളും രോഗബാധിതർക്ക് ലഭിക്കാതായി. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ വിഷയത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഇടപെട്ടു. പണമില്ലാത്തതിനാൽ മരുന്നുകൾ മുടങ്ങില്ലെന്ന് മന്ത്രി. 1500 കോടി വരെയൊക്കെ ചെലവാക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പണം നമ്മൾ ചെലവാക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. എന്തായാലും സാമ്പത്തികമായിട്ടൊരു പിടുത്തം ഉണ്ടെന്നുള്ളതുകൊണ്ട് മരുന്നിൻ്റെ ഇത് കുറയ്ക്കുകയോ മരുന്ന് മേടിക്കാതിരിക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. ഇനിയായാലും ആ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ പറയാം. കാസർഗോഡ് ടൈപ്പ് 1 പ്രമേഹബാധിത ചികിത്സയ്ക്കായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ മാത്രമാണ് സൗകര്യമുള്ളത്. എന്നാൽ ഇവിടെ എൻഡോക്രിനോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാകുന്നില്ലെന്നും ആരോപണമുണ്ട്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.